മാസ്റ്ററിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത്, അതായത് സ്റ്റാൻഡേർഡ് 7-ന്റെ 11ാമത്തെ യൂണിറ്റ് സമചതുരവും മട്ടത്രികോണങ്ങളും സ്ക്വയർ ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലത്തെ ആദ്യ ഭാഗങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തത്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യമാണ് ഈ ക്ലാസ്സിൽ ഇപ്പോൾ പറയുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളുള്ള വീഡിയോ മാസ്റ്ററുകൾ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ക്ലാസ് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, സമയം കളയാതെ ഞാൻ ക്ലാസ്സിലേക്ക് പോകണം. ലാസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു സമചതുരത്തിൻ്റെ ഒരു സ്ക്വയറിൻ്റെ ഇരട്ടി പരപ്പളവുള്ള, അതായത് ഡബിൾ ഏരിയയുള്ള മറ്റൊരു സ്ക്വയർ സമചതുരം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ലാസ്റ്റിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് പറയാം. ഇപ്പം വശം 4 സെന്റിമീറ്ററുള്ള, സൈഡ് 4 സെന്റിമീറ്ററുള്ള ഒരു സമചതുരത്തിൻ്റെ ഇരട്ടി വലിപ്പമുള്ള, അതായത് ഇരട്ടി പരപ്പളവുള്ള 2 ടൈംസ് ഏരിയയുള്ള ഒരു സ്ക്വയർ നമുക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പറയുന്നത്. അതിനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ 4 സെന്റിമീറ്റർ വശമുള്ള സ്ക്വയർ വരയ്ക്കുക. ഓക്കെ, ആ സ്ക്വയർ ഞാൻ ഇപ്പോൾ ഇവിടെ വരച്ചിട്ടുണ്ട്. വേറൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ വേറൊരു പുതിയതായിട്ട് വരക്കാം. അപ്പൊ 4 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത്, ഇതിന്റെ ഡയഗണൽ, ഇത് എന്തുകൊണ്ടാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഡയഗണലിന്റെ വലിപ്പത്തിലുള്ള, വശം വരുന്ന രീതി, സൈഡ് വരുന്ന രീതിയിലുള്ള ഒരു സ്ക്വയർ ആണ് വരക്കേണ്ടത് ഇവിടെ. അതിന് വേണ്ടിയിട്ട് 2 തരത്തിൽ നമുക്ക് ചെയ്യാം. ആദ്യം ടെക്സ്റ്റിലുള്ള കാര്യം ഞാൻ പറയാം, അതിനുശേഷം എളുപ്പത്തിലുള്ള രീതിയും പറഞ്ഞുതരാം. ടെക്സ്റ്റിലുള്ള കാര്യം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, ഒരു സ്ക്വയർ ആദ്യം പറഞ്ഞ അളവിൽ വരയ്ക്കുക. അതിന്റെ ഇരട്ടി ഏരിയയുള്ള പരപ്പളവുള്ളതാണ് വരക്കേണ്ടത്. അപ്പൊ ആദ്യം പറഞ്ഞത് മാതിരി വരയ്ക്കുക സ്ക്വയർ. അതിനുശേഷം ചെയ്യുന്നത് ഈ ലൈൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് ഈ വര അങ്ങോട്ട് നീട്ടുക, ഈ വര നീട്ടുക. അതിന് പ്രത്യേക അളവൊന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ നീട്ടാം. ഓക്കെ, ഇങ്ങനെ നീട്ടി കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത്, നിങ്ങൾ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് കോമ്പസിൽ ഈ ഡയഗണൽ, ഈ വികർണം നീളം പിടിക്കുക. കണ്ടില്ലേ, ഇവിടെ കുത്തുക. അതേപോലെ ഈ പെൻസിൽ ഇവിടെയും കുത്തുക. ഇങ്ങനെ കുത്തി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഇവിടെ കുത്തിയിട്ട് ആ ദൂരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക്, ഒരു ചാപം നമ്മൾ ഇങ്ങനെ വരക്കുകയാണ്. വൃത്തത്തിന്റെ ഭാഗമായിട്ടുള്ള ഭാഗം നമ്മൾ ഇങ്ങനെ വരക്കുകയാണ്. അത് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ വരക്കുമ്പോൾ നമ്മൾക്ക് ഈ ഷേപ്പില് ഇങ്ങനെയുള്ള ഒരു രൂപം നമുക്ക് കിട്ടും. അത് ഞാൻ വരച്ചത് ഇങ്ങനെ, ഇത് പെൻസിൽ കൃത്യമായിട്ടാവാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ ഇങ്ങനെ വരക്കുക. അതിലേക്കൂടെ ഇങ്ങനെ വരും. ഞാൻ പേന പിടിച്ചിട്ട് വരക്കാം, അപ്പൊ ക്ലിയർ ആയി കിട്ടും. ഓക്കെ, നോക്കാം. നമുക്ക് ഇവിടെ കുത്തിയതിന് ശേഷം ഇവിടെ വെച്ചിട്ട് ഈ ദൂരം എടുത്തിട്ട് നോക്കൂ, ഈ ദൂരം എടുത്തിട്ട് ഇങ്ങനെ, ഓക്കെ, ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ നീളം തന്നെയായിരിക്കും ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം. ഈ നീളം തന്നെയായിരിക്കും ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം. അപ്പൊ ആ നീളം എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഈ വര, ഈ ലൈൻ സ്കെയിൽ കൊണ്ട് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ വശം, ഈ ചെറിയ സൈഡ്, അത് ഈ മുകളിൽ സർക്കിളിൽ മുട്ടുന്നത് വരെ, വൃത്തത്തിന്റെ ഭാഗത്ത് മുട്ടുന്നത് വരെ അതങ്ങ് നീട്ടി വരയ്ക്കുക. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ ആദ്യം ചെറുത് വരച്ചു, ഡയഗണൽ വരച്ചു, ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് വരച്ചു, വൃത്തത്തിന്റെ ഭാഗം ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഈ ഇവിടെ നിന്നുള്ള വര നേരെ മുട്ടുന്ന രീതിയിലാക്കുക. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല്, ഈ നീളം വരുന്ന രീതിയിലുള്ള ഒരു സ്ക്വയർ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് ഏതൊക്കെ നമുക്ക് ഉപയോഗിച്ചാൽ മതി, നമുക്ക് ഈ സ്കെയിലും അതേപോലെ ഈ സെറ്റ് സ്ക്വയറും ഉപയോഗിച്ചാൽ മതി. നോക്കൂ നിങ്ങൾ, ഇവിടെ ഞാൻ വെക്കുന്ന, അപ്പൊ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം ഉണ്ടല്ലോ, ആ നീളം നമ്മൾക്ക് എന്ത് വേണം, ഇവിടുന്ന് ഇവിടത്തേക്കും നമുക്ക് കിട്ടണം.
ഇവിടുന്ന് ഇവിടത്തേക്കും നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കൂ, ഇവിടെ അല്ലെങ്കിൽ വേണ്ട, ഈ ഭാഗത്ത് മുട്ടിയിട്ടുണ്ടല്ലോ, ഇവിടുന്ന് എടുത്താലും മതി. ഇവിടെ നിന്ന് ഇങ്ങനെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് സെറ്റ് സ്ക്വയറിന്റെ താഴത്തെ ഭാഗം ഈ വരക്ക് കറക്റ്റ് ആയിട്ട് വരണേ. വരച്ചതിന് ശേഷം ഇതിലിങ്ങനെ നീട്ടി വരച്ചാൽ മതി. ഓക്കെ, നീട്ടി വരച്ചാൽ മതി. നീട്ടി വരക്കാൻ പറഞ്ഞാൽ ഏകദേശം കറക്റ്റ് ആയിട്ട് വരക്കാൻ കുറച്ച് അധികം എടുക്കുകയും ചെയ്യാം. കാരണം എത്രയാണ് കൃത്യം നമുക്കറിയില്ല. അതിനുശേഷം എന്ത് ചെയ്യാ അറിയോ, ഈ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് നോക്കൂ കൂട്ടണേ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം രണ്ടും സെയിം ആയിരിക്കും. ആ ദൂരം കോമ്പസിൽ എടുത്തിട്ട്, ഞാൻ നേരത്തെ എടുത്തോണ്ടാണ് എന്റെ കോമ്പസിൽ ഇത് കറക്റ്റ് ആയിട്ട് ഉണ്ടായത്, മാറ്റിയിട്ടില്ല ഞാൻ. എന്ത് ചെയ്യാം, ഇവിടെ കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചാൽ. ഓക്കെ, അവിടുന്ന് വര വരച്ചാല് നമുക്ക് ഇത് ഇങ്ങനെ ഇവിടെ കിട്ടും. ആ കിട്ടിയതും ഇതും കൂടെ എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്താൽ മതി. അപ്പോ ഇങ്ങനെ തന്നെ വരക്കണം എന്നൊന്നുമില്ല, ഞാൻ വേറെ വഴി പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇതിപ്പോ ഞാൻ കോമ്പസ് എടുത്തിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ വരച്ചത്. കോമ്പസ് എടുത്തിട്ടില്ലേ ഇവിടുന്ന് ഇങ്ങനെ വരച്ചത്. കോമ്പസ് എടുത്തിട്ട് വരക്കേണ്ട ആവശ്യമില്ല, ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് വരക്കാം. അല്ലെങ്കിൽ ആദ്യം ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഒരു വര വരക്കുക. ശ്രദ്ധിക്ക, ഇങ്ങനെ ഒരു വര വരക്കുക. അതിനുശേഷം ഈ സെറ്റ് സ്ക്വയർ ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക. ഇവിടെ ഈ വരക്ക് കണക്കായിട്ട് വെക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരച്ചാലും മതി. അപ്പൊ രണ്ടും കൂടെ കൂട്ടിമുട്ടുമല്ലോ, കിട്ടും. അപ്പൊ ഈ വലിയ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ, ഈ വലുതിന്റെ ഏരിയ ഈ ചെറുതിന്റെ ഏരിയയുടെ ഡബിൾ ആയിരിക്കും. ഐഡിയ മനസ്സിലായല്ലോ? ഈ ചെറുതിന്റെ ഏരിയയുടെ വലുതായിരിക്കും ഈ വലിയ, ഇങ്ങനെ നമ്മളിപ്പോ ഉണ്ടാക്കിയെടുത്ത ഈ സ്ക്വയർ. ഏതിന്റെ ഡബിള്? ഈ ചെറുതിന്റെ ഡബിൾ. അപ്പൊ ഐഡിയ കിട്ടിയല്ലോ, കിട്ടി. ഇനി ഇങ്ങനെയല്ല വരക്കുന്നതിലിരിക്കാം. ആദ്യം ഒരു സ്ക്വയർ വരക്കാം. 4 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ആദ്യം വരച്ചു. നോക്കോ, 4 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരച്ചു. 4 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ വരച്ചതിന് ശേഷം നോക്കൂ കുട്ടികളെ, വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ഇനി ഈ സാധനം മതി നമുക്ക്. ഇനി സ്ക്വയർ വരക്കാൻ ഈ ഒരു സാധനം മാത്രം മതി. എന്ത് ചെയ്താൽ മതി, ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ടും ഒരു വര വരക്കുക. 4 സെന്റിമീറ്റർ ആണ്, ഇങ്ങോട്ടും 4 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരക്കുക. അതേപോലെ ഇവിടെ വെച്ചിട്ട് ഇവിടെയും വെച്ചിട്ട് എന്ത് ചെയ്യാം, 4 സെന്റിമീറ്റർ അങ്ങോട്ട് വരക്കുക. ഓക്കെ, ഇവിടെ കറക്റ്റ് ആയിട്ട് വെക്കണേ. കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഇവിടെയും 4 സെന്റിമീറ്റർ വരക്കും. അതിനുശേഷം എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ മുകൾ ഭാഗം 4 സെന്റിമീറ്റർ ഉണ്ടായില്ലേ, അപ്പൊ ആ ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിക്കും. അപ്പൊ എന്തായി, സ്ക്വയർ ആയി. ഇതെല്ലാം 4 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ കിട്ടി. ഇതിന്റെ ഡബിള് ഏരിയ ഉള്ള വലിയ സമചതുരം സ്ക്വയർ ആണ് ഇനി വരക്കേണ്ടത്. നോക്കൂ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഈ ഡയഗണല് സ്കെയിൽ വെച്ചിട്ടോ സെറ്റ് സ്ക്വയർ വെച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ഇത്ര പോലെ മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി ചെയ്യുന്നത് എന്താണെന്നറിയോ, ഇനി ചെയ്യുന്നത് നോക്കിക്കോ, ഈ വരയെ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിനെ കുറച്ച് നീട്ടുക. കുറച്ച് നീട്ടി കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് ചെയ്താൽ മതി, നമ്മളുടെ ഈ അളവുണ്ടല്ലോ, ഏതളവ്, ഈ ഡയഗണലിന്റെ അളവില്ലേ, ആ ഡയഗണലിന്റെ അളവ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് കട്ട് ചെയ്താൽ മതി. ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ വരക്കാൻ പോകുന്ന വലിയ സ്ക്വയറിന്റെ അളവ് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിനെ മാത്രം എടുത്തിട്ട് നമുക്ക് സ്ക്വയർ വരക്കാം. ഇതിനെ മാത്രമേ ഇനി വേണ്ടൂ. എന്ത് ചെയ്യാം, ഈ വരേനെ കുറച്ച് നീട്ടി വരക്കുക. ആ നീട്ടി വരച്ചതിന് ശേഷം ഇത് നീട്ടി വരച്ചില്ലേ, ഈ നീട്ടി വരച്ചാല് ആ നീട്ടി വരച്ചതില് നമ്മളെ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം ഉണ്ടായിരുന്നല്ലോ, ആ ദൂരമില്ലേ, ആ ദൂരം ഏതിൽ കൊടുക്കുക, ആ ദൂരം ഇതിൽ കൊടുക്കുക. ഇവിടെ വെച്ചിട്ട് ഈ ദൂരം ഏതിലും നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വരച്ചിട്ട് ഇവിടെ വരയ്ക്കുക. ഓക്കെ, വരച്ചു. ഇനി എന്ത് ചെയ്താൽ മതി, ഇനി ഇത് വെച്ചിട്ട് നേരെ മേലോട്ട് ഒരു വര വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ ആർക്ക് വരക്കുന്നത് വേണം നമുക്ക് ഒഴിവാക്കാൻ അർത്ഥം. ഓക്കെ, ഇങ്ങനെ വരച്ചു. ആ വരച്ചതിന് ശേഷം ഇനി എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു വര കിട്ടിയിട്ടുണ്ടല്ലോ, കിട്ടിയിട്ടുണ്ട്. ആ വരയിൽ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട്
എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വരച്ചാൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ആർക്ക് വേണം നമുക്ക് ഒഴിവാക്കാം. ഈ പറഞ്ഞ കാര്യത്തിന് കണക്കായിട്ട് തന്നെ ഓർമ്മിക്കണേ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ളതാണ് ഇവിടുന്ന് ഇവിടത്തേക്ക് വരക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതാണ് നമ്മൾക്ക് ആവശ്യമുള്ള സ്ക്വയർ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ്. നോക്കൂ കുട്ടികളെ, ഇപ്പൊ നിങ്ങളോട് പറയുകയാണ് ഏരിയ 32 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ വരക്കണം. ഏരിയ 32 സെന്റിമീറ്റർ സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള എന്ത് വരക്കണം? സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യണം, വരക്കണം, ഡ്രോ ചെയ്യണം. ഓക്കെ, കൺസ്ട്രക്ട് സ്ക്വയർ, അതായത് മലയാളത്തിൽ പറഞ്ഞാല് പരപ്പളവ് എത്ര? 32 ചാസേമി ഉള്ള എന്ത് വരക്കണം? സമചതുരം വരക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് കുട്ടികളെ, ഏരിയ നോക്കൂ, ഏരിയ 16 ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഏരിയ 16 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള സമചതുരം, അതായത് പരപ്പളവ് 16 ചാസേമി ചതുരശ്ര സെന്റിമീറ്റർ ഉള്ളതാണ് വരക്കാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. നിങ്ങൾ എങ്ങനെ എഴുതും? ഏരിയ നിങ്ങൾ എഴുതുന്നത് പരപ്പളവ് 16. ഈ 16 എങ്ങനെ എഴുതാം? 4x4. അപ്പൊ അതിൽ ആരെ കിട്ടും? നമുക്ക് സൈഡ് 4 കിട്ടി. അതായത് ഏരിയന രണ്ട് തുല്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് ഈക്വൽ നമ്പറിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റിയാല് അതിലത്തെ ഒരു നമ്പർ അതിന്റെ സൈഡ് വശം ആയിരിക്കും. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ വശം എത്രയായിരിക്കും? 4. വശം 4 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരത്തെ നമ്മൾ വരച്ചത് വശം 4 എടുത്തിട്ടാണ് വരക്കുന്നതെങ്കിൽ ഇത് 4 സെന്റിമീറ്റർ ആണ്. വശം എടുത്തിട്ട് ആദ്യം വരക്കുക. അപ്പൊ നമുക്കൊരു സ്ക്വയർ കിട്ടും. അതിനുശേഷം ഡയഗണൽ വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഈ വര അങ്ങ് മുട്ടിക്കുക. അപ്പൊ ഇവിടെ മുട്ടും. ഈ നീളത്തിൽ എന്ത് ചെയ്താൽ മതി? ഈ വലിയ സ്ക്വയർ വരച്ചാൽ മതി. ഇനി ഈ രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം സ്ക്വയർ വരയ്ക്കുക, ഡയഗണൽ വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ വര നീട്ടി വരയ്ക്കുക. ഈ നീളം എടുത്തിട്ട് ഇതിൽ മാർക്ക് ചെയ്യുക. അപ്പൊ എന്തായി? സ്ക്വയറിന്റെ ഒരു സൈഡ് നമുക്ക് കിട്ടി. സ്ക്വയർ വരക്കാൻ ഒറ്റ സൈഡ് കിട്ടിയാൽ മതി. സമചതുരം വരക്കാൻ ഒരു വശം കിട്ടിയാൽ മതി. അപ്പൊ അത് വെച്ചിട്ട് ഇതങ്ങോട്ട് നീട്ടി വരച്ചു. ഈ നീളം ഇവിടെ കൊടുത്തു. ഇവിടുന്ന് 90 എടുത്തു. ഇവിടുന്ന് 90 എടുത്താൽ നമ്മുടെ പ്രോബ്ലം ആയി കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഇത് വരക്കലെന്ന് ചോദിച്ചാല് 32 എന്ന് പറയുമ്പോൾ അതിന്റെ സൈഡ് നമുക്ക് ഈക്വൽ നമ്പർ ആയിട്ട് എഴുതാൻ കഴിയില്ല. 32 വന്ന ഏതെല്ലാം ഒരേപോലെ നമ്പർ വിളിച്ചാൽ കിട്ടില്ല. 6 6 36 വരിക. 5 5 25 വരിക. അപ്പൊ അങ്ങ് ഇതിൽ നിന്ന് സൈഡ് കണ്ടുപിടിച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ നേരെ പകുതി ഉള്ളതിനെ വരക്കും. ഈ 32ന്റെ പകുതി ഉള്ളതിനെ വരക്കും. പകുതി ഉള്ളതിനെ വരച്ചിട്ട് അതിന് ഡയഗണൽ എടുത്തിട്ട് വലുതായിട്ട് വരക്കും. ഇപ്പൊ എല്ലാ കുട്ടികൾക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് കൃത്യമായി സൈഡ് വരാത്ത സമചതുരം നിർമ്മിക്കുന്നത്? മനസ്സിലായല്ലോ? നേരെ പകുതി എടുത്തിട്ട് ചെറുത് വരച്ചിട്ട് ഡയഗണൽ എടുത്ത് വലുത് വരക്കും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലേക്ക് കൂടെ നമുക്ക് കടന്നു നോക്കാം. ഓക്കെ, പേജ് 152 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് പറയുന്നത് അറിയോ? സമചതുരത്തിന്റെ പരപ്പളവ് തന്നിട്ടുണ്ട്. ഈ അളവുള്ള സമചതുരം വരക്കുക. അതായത് ഈ ഏരിയയുള്ള സ്ക്വയർ വരക്കുക. 32 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള എന്ത് വരക്കുക? സമചതുരം വരക്കുക. ഇത് നമ്മൾ നേരത്തെ ചിത്രത്തിൽ വരച്ചിട്ടുണ്ട്. എങ്കിലും ഈ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് മാത്രം ഞാനത് പറയുകയാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിവിടെ എഴുതി തരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഹാഫ് ഏരിയ കണ്ടുപിടിക്കാം. ഹാഫ് ഓഫ് ഏരിയ അത് എത്ര വരിക? 16. പകുതി പരപ്പളവ്, പകുതി കാണുക. അപ്പൊ എത്ര കിട്ടും? 16. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്ന് ഞാൻ കൃത്യമായി പറഞ്ഞത് എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. രണ്ടാമത്തത് അതിൽ നിന്ന് ചെറിയ സമയത്ത് സൈഡ് കാണുക, സൈഡ് കണ്ടുപിടിക്കുക. ഫൈൻഡ് സൈഡ് അങ്ങനെ എഴുതാം. ഫൈൻഡ് സൈഡ് അതായത് വശം കാണുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? സമചതുരം വരയ്ക്കുക. ചെറിയ സമചതുരം വരയ്ക്കുക. അപ്പോൾ ഡ്രോ സ്മോൾ സ്ക്വയർ.
ഡ്രോ സ്മോൾ സ്ക്വയർ. സ്മോൾ സൈഡാണ്, പകുതി സൈഡ് സ്മോൾ ആയിരിക്കും. 5 സൈഡ് എന്നുള്ളത് അത് സ്മോൾ ആണ് കേട്ടോ, സ്മോൾ ആണ്, ചെറുതാണ്. ഡ്രോ സ്മോൾ സ്ക്വയർ. ഇതാണ് ഈ 4 ക്വസ്റ്റ്യന്റെയും രീതി. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഈസി ആയി ചെയ്യാം. ഫസ്റ്റ് ചെയ്യേണ്ട ഹാഫ് ഏരിയ. ഹാഫ് ഏരിയ എത്രയാ വരിക? ഹാഫ് ഏരിയ നമുക്ക് കിട്ടും 16. കിട്ടിയല്ലോ, ഹാഫ് ഏരിയ 16 കിട്ടി. ഇതിന്റെ നേരെ പകുതി. ഓക്കെ, ഫൈൻഡ് സൈഡ്. 16 വരുമ്പോ സൈഡ് എത്രയായിരിക്കും? 16 സമം എങ്ങനെ എഴുതാം? 4 × 4. അപ്പൊ സൈഡ് എത്ര കിട്ടി? സൈഡ് നമുക്ക് കിട്ടി 4. സൈഡ് 4 സെന്റിമീറ്റർ കിട്ടി. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് പറഞ്ഞത്? ചെറിയ സമചതുരം വരയ്ക്കുക. അപ്പൊ ചെറിയ സമചതുരം നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? നോക്ക്, ഇതിന്റെ ഞാൻ ആദ്യം ഇവിടെ വരയ്ക്കാം, അതിനുശേഷം വായിച്ചതിന് ശേഷം രണ്ടാമത്തെ കാര്യം പറയാം. ഓക്കെ, ആദ്യം എങ്ങനെ ചെറിയ സമചതുരം വരയ്ക്കല്? അതിന്റെ സൈഡ് എത്രയാണ്? 4. അപ്പൊ നിങ്ങൾ സ്കെയിലില് 4 സെന്റിമീറ്റർ നിങ്ങൾ എടുക്കുക. ഓക്കെ, സ്കെയിലില് 4 സെന്റിമീറ്റർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? 4 സെന്റിമീറ്റർ സ്കെയിൽ എടുത്തതിന് ശേഷം നിങ്ങൾ ഈ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടും അതേമാതിരി എത്ര എടുക്കാം? 4 സെന്റിമീറ്റർ ഇങ്ങോട്ടും എടുക്കുക. ഓക്കെ, നേരത്തെ വരച്ചതാണ്, 4 സെന്റിമീറ്റർ എടുത്തു. ഇനി എന്ത് ചെയ്യണം? ഈ 4 ആയതുകൊണ്ട് കൃത്യം നമുക്ക് ആർക്കും ചാപൊന്നും വരക്കണ്ട, വൃത്തത്തിന്റെ ഭാഗമൊന്നും വരക്കണ്ട. 4 ഇങ്ങോട്ടും വരക്കുക. ഓക്കെ, 4 എടുത്തിട്ട് കൃത്യമായിട്ടുള്ള അളവില് 4 ഇങ്ങോട്ടും വരച്ചു. അതിനുശേഷം എന്ത് ചെയ്യുക? അപ്പൊ ഇതും എത്രയാണ്? 4 ആണ്. ഇതും എത്രയാണ്? 4. കൃത്യമായിട്ട് സ്കെയിലിൽ കിട്ടും. ഇനി ഇത് തമ്മിൽ യോജിപ്പിക്കുക. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ യോജിപ്പിക്കുക. അപ്പൊ ഇതും എത്രയായിരിക്കും? നിങ്ങൾ കടന്നു നോക്കിയാൽ കാണാം, അതേ 4 സെന്റിമീറ്റർ ആയിരിക്കും ഇതും വരിക. അപ്പൊ നമ്മൾ ഇനി എന്ത്? ഡ്രോ സ്മോൾ സ്ക്വയർ. അപ്പോൾ സ്മോൾ സ്ക്വയർ ചെറിയ സമചതുരം വരച്ചു. ഇനി അതിന്റെ ഡബിൾ 16ന്റെ ഇപ്പം വരച്ചത് ഏതിന്റെയാണ്? സ്മോൾ സ്ക്വയറിന്റെ. അതിന്റെ ഏരിയ എത്രയായിരിക്കും? ഏരിയ 16 ആവുന്നതാണ് ഇപ്പൊ നമ്മൾ വരച്ചത്. ഇനി നമുക്ക് വേണ്ടത് ഏതിന്റെയാണ്? 32ന്റെ ആ വേണ്ടത്. നേരെ ഡബിൾ ആണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാ? ഇതിന്റെ ഡയഗണൽ വരക്കുക. ഓക്കെ, ഇതിന്റെ ഡയഗണൽ വരക്കുക. വരച്ചു. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിൽ നീട്ടി വരക്കാം. കാരണം അതിന്റെ മേലെ വരേണ്ടതല്ലേ. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഓക്കെ, അതിന് അളവൊന്നുമില്ല, നമുക്ക് ഈ വരുന്ന നീളത്തിന് കണക്കായിട്ട് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ടാണ് വരക്കുന്നതെങ്കിൽ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഇവിടെ കുത്തുക. കുത്തിയിട്ട് ഈ ദൂരം ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, പിന്നെ അതിന് കണക്കായിട്ട് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മള് ഇതേമാതിരി വരയ്ക്കുക. കണ്ട, ഇതേമാതിരി വരയ്ക്കാം. ചിലപ്പോൾ കറക്റ്റ് അപ്പുറലായിരിക്കും, ഇങ്ങോട്ടാണ് അതിന് അങ്ങോട്ട് നീട്ടണം. അപ്പൊ ഈ നീളമായിരിക്കും ഈ നീളം. ഇനി എന്ത് കിട്ടിയാൽ മതി? ഈ നീളം കിട്ടിയാൽ തന്നെ നമുക്ക് വരക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഈ സൈഡിനെ അങ്ങോട്ട് നീട്ടുക. ഓക്കെ, കാരണം ഈ നീളാണല്ലോ ഈ നീളവും വരിക. അപ്പൊ നമുക്കൊരു സൈഡ് കിട്ടി, ഒരു സൈഡ് അവിടുന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഈ നീളത്തിനെ ഇങ്ങോട്ട് നീട്ടുക. ഓക്കെ, ഈ നീളത്തിനെ നീട്ടി. ഓക്കെ, എന്തുകൊണ്ടാണ് കിട്ടിയത്? ഈ നീളത്തിനാണ് ഇതിന്റെ ഡബിൾ ഏരിയ ഉണ്ടാവുന്ന സമചതുരം ഉണ്ടാവുക. അപ്പൊ ഈ സൈഡ് ആയിരിക്കണം ഈ സൈഡ് ഇവിടെ ഉണ്ട്. ഇവിടെ കിട്ടിയല്ലോ ഈ സൈഡ്. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ സാധനം കൊണ്ട്, ഇനി ഈ സാധനം മതിയല്ലോ, എന്ത് ചെയ്താൽ മതി? ഇതിനെ കൊണ്ട് ഇവിടെ വെച്ചിട്ട് ആർക്ക് വേണമെന്നില്ല, ആർക്കും വെച്ചിട്ട് വരക്കാം. എന്ത് പറയാ? ചാപം വരച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ വരക്കുക. ഇനി അതേപോലെ തന്നെ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം കിട്ടിയിട്ടുണ്ട്, എൻഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ വരക്കാം. ഓക്കെ, ഞാനിപ്പോ ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വരച്ചത്. അപ്പൊ എനിക്ക് കിട്ടി. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടല്ല, കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് വരക്കുന്നതെങ്കിലോ, കോമ്പസ് ഉപയോഗിച്ച് വരക്കുന്ന കുട്ടിക്ക് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളല്ലേ കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇത് നീട്ടി വരച്ചിട്ട് ഇവിടെ ഒരു ചാപം കൊടുത്താൽ മതി. ഓക്കെ, എനിക്ക് സെറ്റ് സ്ക്വയർ കൊണ്ട് നമ്മൾ വരയ്ക്കാം. കാരണം 90 ഡിഗ്രി, 4 ആംഗിളും 90 ഡിഗ്രി ആയിട്ട് വരണം. അപ്പൊ ഏതാണ് 32? ഈ സാധനമാണ്. ഈ വലിയതിന്റെ ഏരിയ എത്ര വരും? ഇതിന്റെ ഏരിയ നമുക്ക് എത്ര എഴുതാം? 32 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, ശരി. ഇതാണ് ഒന്നാമത്തെ പ്രോബ്ലം. ഇനി രണ്ടാമത്തെ പ്രോബ്ലവും ഇതേ ഐഡിയയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കൂ കുട്ടികളെ,
രണ്ടാമത്തെ ക്വസ്റ്റ്യനില് എന്താണ് പറയുന്നത്? 50 സ്ക്വയർ സെന്റിമീറ്റർ. 50 ആകുമ്പോൾ ഒരേ നമ്പർ ഗുണിച്ചിട്ട് 50 കിട്ടില്ല, സൈഡ് കിട്ടില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? 50ന്റെ നേരെ പകുതി എടുക്കണം. ഹാഫ്, പകുതി. 50ന്റെ പകുതി എത്ര? 25. 25ന് നമുക്ക് എങ്ങനെ എഴുതാം? 25 സമം 5 × 5. അപ്പൊ സൈഡ് എത്ര കിട്ടി? നോക്കിയ എത്ര ഈസിയാണ്. നോക്കിയ സൈഡ് 5 കിട്ടി. 25 ആകുമ്പോൾ 5 × 5. അപ്പൊ ഇനി എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ 4 വരച്ചതുപോലെ ഇനി 5 സെന്റിമീറ്ററിന്റെ ഒന്ന് വരക്കണം. ഈ കണക്കും കൂടെ ഞാൻ വരച്ചു തരാം. ബാക്കിയുള്ളതിന്റെ എല്ലാം സൈഡും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ 5 സെന്റിമീറ്ററിന്റെ ആദ്യം നമ്മൾ വരക്കുക. ഓക്കെ, നോക്കൂ കുട്ടികളെ, 5 സ്കെയിലില് നിങ്ങൾ 5 സെന്റിമീറ്റർ എടുക്കുക. സ്കെയിലില് 5 സെന്റിമീറ്റർ എടുത്തിട്ട് ആ 5 സെന്റിമീറ്റർ എന്ത് ചെയ്യണം? ആ 5 സെന്റിമീറ്റർ മുകളിലേക്ക് കൊടുക്കണം. ഇതേമാതിരി മുകളിലേക്കും 5 സെന്റിമീറ്റർ. അത് ഏത് വെച്ചിട്ട് എടുക്കണം? നമ്മുടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എടുക്കണം. ഓക്കെ, നോക്കോ, ഈ വര ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഓക്കെ, ഈ 5 സെന്റിമീറ്റർ എടുത്താല് ഇങ്ങോട്ട് എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയർ വെച്ചിട്ട്. അത് ഇങ്ങോട്ട് സെറ്റ് സ്ക്വയർ വെക്കുമ്പോൾ എങ്ങനെ വെക്കണം? ഈ ഭാഗത്ത് ഇങ്ങനെ വരണം. 90 ഡിഗ്രി വരണ്ടേ? ആ നീളം തന്നെ 5 ആയതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താ? സ്കെയിലിൽ 5 കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയും എന്ത് ചെയ്യാം? നിങ്ങളെ സെറ്റ് സ്ക്വയറിൽ 5 ഉണ്ട് കേട്ടോ. സെറ്റ് സ്ക്വയറിൽ 5 ഉണ്ട്. കൃത്യമായിട്ട് അളവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആർക്കൊക്കെ വരക്കേണ്ട ആവശ്യമില്ല. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും 5 ആണല്ലോ. അപ്പൊ ഇനി ഇവിടെ എൻഡുകൾ തമ്മിൽ കൃത്യമായിട്ടൊന്ന് യോജിപ്പിക്കുക. ഓക്കെ, ഇങ്ങനെ യോജിപ്പിക്കുക. അപ്പൊ ഇതും 5, ഇതും 5, ഇതും 5, ഇതും 5. സെറ്റ് സ്ക്വയർ വെച്ചോണ്ട് ഇതെല്ലാം എത്ര ഡിഗ്രി? 90 ഡിഗ്രി. അപ്പൊ ഇനി എന്താ വേണ്ടത്? ഇതിന്റെ ഏരിയ അപ്പൊ എത്ര വരും? ഇതിന്റെ ഏരിയ എത്രയാ വരിക? 5 × 5 ആണ് വരിക. 5 × 5 അത് എത്ര? 25 ആണ് ഇതിന്റെ ഏരിയ വരിക. നമുക്ക് വേണ്ടത് എത്രയാ ഏരിയ? 25 ഏരിയ അല്ല, 50 ഏരിയ. ഇതിന്റെ നേരെ ഡബിള്. അപ്പോഴെന്താ ചെയ്യേണ്ടത്? ഡയഗണൽ വരക്കുക. ശ്രദ്ധിക്കണേ, ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഡയഗണൽ വരക്കുക. ഡയഗണൽ വരച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ഈ വര ഒന്ന് വേണം നീട്ടി വരക്കാം. ഈ വര ഒന്ന് നീട്ടി വരയ്ക്കുക. ഇതിനായി നീട്ടി വരക്കുന്ന മറ്റേ ആർക്കിങ്ങനെ വന്നിട്ട് മുട്ടാൻ വേണ്ടിട്ട്. മനസ്സിലായില്ലേ? നീട്ടി വരക്കുന്നത് ഈ ആർക്ക് നമ്മളൊരു വൃത്തത്തിന്റെ ഭാഗം വരക്കൂലേ? കോമ്പസ് കൊണ്ട് വരക്കൂലേ? ആ കോമ്പസ് കൊണ്ട് വരക്കുമ്പോ അത് വന്നിട്ട് മുട്ടുന്ന സ്ഥലം ഉണ്ടാവും. നോക്കിക്കോ, ദാ ഇവിടെ കുത്തി ഇവിടത്തേക്കുള്ള സൈഡ് എടുത്തിട്ട് എന്ത് ചെയ്യണം? കോമ്പസ് ഇവിടെ കുത്തിയിട്ട് എടുത്തിട്ട് നോക്ക, ഇവിടെ കുത്തിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ, സോറി, ഈ മോഡല് വരച്ചെടുക്കും. ഓക്കെ, ഓക്കെ, ഇങ്ങനെ വരച്ചെടുത്തു. ഇനി എന്ത് ചെയ്യണതാ? ഇവിടത്തേക്ക് മുട്ടിയില്ലേ? ഇവിടെ മുട്ടി. ആ മുട്ടുന്ന സ്ഥലമാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മൾക്ക് ഇനി വേണ്ടത് ഈ വരന നീട്ടിയെടുക്കും. ഈ വരന അങ്ങോട്ട് നീട്ടുക. ഇവിടെ ഈ സർക്കിളില് ഈ വൃത്തത്തിന്റെ ഭാഗത്ത് മുട്ടുന്നത് മാതിരി അങ്ങോട്ട് നീട്ടുക. ഓക്കെ, അപ്പൊ 2 സൈഡ് ഇപ്പൊ കിട്ടി. നമുക്ക് ആവശ്യമുള്ളതിന്റെ ഒന്ന് ഇത് ഇവിടത്തേക്ക് കിട്ടി, ഒന്ന് ഇവിടത്തേക്ക് കിട്ടി. ഇനി 2 തന്നെ വേണ്ടു. ആ 2 വരക്കാൻ ഇനി ഇത് മതി. എന്ത് ചെയ്താൽ മതി? ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് നേരെ കുത്തന മേലോട്ട് വരക്കുക. വരച്ചിട്ട് പഠിക്കണം കുട്ടികളെ, വരച്ച് പഠിക്കണം. ഇതിന് ഞാൻ ഇങ്ങനെ വരച്ചു. ഇനി അതേപോലെ ഇനി എന്ത് ചെയ്താൽ മതി? ഇനി സെറ്റ് സ്ക്വയർ വേണമെങ്കിൽ ഇവിടെ വെക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടും വേണ്ടേ? അപ്പൊ ഇവിടെ ഇങ്ങനെ വെക്കുക. ഈ വരക്ക് കണക്കായിട്ട് ഈ വര വെക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇത് രണ്ടും എന്ത് ചെയ്യാം? ഇത് രണ്ടും കറക്റ്റായിട്ട് യോജിപ്പിക്കുക. നോക്ക്, നല്ല മനോഹരമായിട്ടുള്ള വലിയ ഒരു സമചതുരം കിട്ടുക. ഇതിനേക്കാളും വലിയതായിട്ട് കിട്ടി. അപ്പൊ ഇതിന്റെ ഏരിയ എത്ര വരും? ഇതിന്റെ ഏരിയ പരപ്പളവ് നമുക്ക് കിട്ടും 50 സ്ക്വയർ സെന്റിമീറ്റർ. 50 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും അല്ലെ? 50 സ്ക്വയർ സെന്റിമീറ്റർ കിട്ടും. ഏത്? നമ്മളിപ്പം വരച്ച ഈ ചിത്രം. കാണുന്നില്ല? നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്നും കൂടി ഡാർക്കൻ ചെയ്യാം. ഈ ചിത്രം നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ഇതിനകത്ത് കിട്ടുന്നത് എത്രയാണ്? ഏരിയ 50. ക്ലിയർ ആയല്ലോ? ഓക്കെ.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തേന്റെയാണ്. ആ മൂന്നാമത്തേന്റെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പത്തില്. ഓക്കെ, ഇത് ഞാൻ വായിക്കുന്നത്. നോക്കൂ കുട്ടികളെ, ഇവിടെ നോക്കിയാൽ ഇവിടെ ഏരിയ നമുക്ക് എത്ര 12.5 വരക്കേണ്ടത്. അപ്പൊ നമുക്ക് അതിന്റെ പകുതിയാണ് വരക്കാൻ പറ്റുക. അപ്പൊ അതിന്റെ നേരെ പകുതി എടുക്ക്. പകുതി എത്ര വരും? ഹാഫ്. എത്ര കിട്ടും? 12.5ന്റെ പകുതി 6.25. സമ്മതിക്കുവോ? 12.5ന്റെ പകുതി 12.5യുടെ പകുതി അല്ലേ? 12ന്റെ പകുതി 6. 0.5 വന്ന 0.50. മനസ്സിലായില്ലേ? അതായത് 12.5 നമുക്ക് എങ്ങനെ എഴുതാം? 12.50 എന്ന് എഴുതാം. അപ്പൊ 6/50ന്റെ 25. ഓക്കെ, അപ്പൊ 6.25 സൈഡ്. അപ്പൊ 6.25 സൈഡ് എന്ന് പറയുമ്പോ അത് ഏതെല്ലാം ഗുണിച്ചപ്പോഴാണ് കിട്ടുക എന്ന് അറിയണ്ടേ? നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 625/100 എന്ന് എഴുതിക്കൂടെ? 625/100. ശ്രദ്ധിക്കണേ, 625/100. 625 ഏതെല്ലാം ഒരേപോലെ നമ്പർ ഗുണിച്ചാൽ കിട്ടും? പഠിച്ചു വെക്കണം. 25 × 25 625. 100 ഏതെല്ലാം ഗുണിച്ചാൽ കിട്ടും? 10 × 10. ഓക്കെ, അപ്പൊ 25/10 ഒരു സൈഡ്, 25/10 മറ്റേ സൈഡ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2.5 × 2.5. അപ്പൊ സൈഡ് എത്ര വരും? സൈഡ് വശം എത്ര വരും? വശം നമുക്ക് വരുന്നത് 2.5 അല്ലെ 2.50 സെന്റിമീറ്റർ വശമുള്ള ചെറിയ സ്ക്വയർ വരക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ചെറിയ സ്ക്വയർ വരക്കാലോ. ആദ്യം ഒരു സ്ക്വയർ വരച്ചു. എത്ര വരച്ചു? 2.5. 2.5 നിങ്ങൾക്ക് സ്കെയിലിൽ കണ്ടുപിടിക്കാൻ പറ്റൂലേ? 2.5 എന്നാൽ 2നും 3നും ഇടയിലുള്ള സ്ഥലം. ഓക്കെ, അപ്പൊ 2നും 3നും ഇടയിലുള്ള സ്ഥലം. ഞാനിപ്പോ തൽക്കാലം ഇതിനാ 2.5 നമുക്ക് മനസ്സിൽ വിചാരിച്ച് ചെയ്യാം. ഇത് 5 ആയിരുന്നു, പക്ഷെ നമ്മൾക്ക് കണക്ക് ചെയ്യാൻ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 പ്രോബ്ലം പറഞ്ഞില്ലേ ഇപ്പൊ നമ്മൾ. അപ്പൊ 2.5 ആദ്യം ഇവിടെ വരയ്ക്കുക. 2.5 സ്കെയിൽ എടുത്തിട്ട് ഇത് ഞാൻ വായിക്കാം. നോക്കൂ കുട്ടികളെ, ഇതാ നോക്ക്. ഓക്കെ, 2.5 സെന്റിമീറ്ററുള്ള ഒരു സ്ക്വയർ നിങ്ങൾ വരയ്ക്കുക. ഇതിപ്പോ 2.5 അല്ല, നിങ്ങൾ 2 സ്കെയിൽ എടുത്താൽ മതി. അപ്പൊ ഇതും 2.5 വിചാരിക്കുക. 2.5 ഇതും 2. ആദ്യം ഒരു സ്ക്വയർ വരയ്ക്കുക. 2.5 എടുത്തിട്ട്. ഓക്കെ, അതിനുശേഷം ഡയഗണൽ വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഇവിടെ കുത്തിയിട്ട് കോമ്പസ് കൊണ്ട് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നീട്ടുക. അപ്പൊ ഈ നീളം കിട്ടി. പിന്നെ എന്ത് ചെയ്യാ? ഈ നീളം കോമ്പസിൽ എടുത്തിട്ട് അല്ലെങ്കിൽ ഈ വര എന്ത് ചെയ്താൽ മതി? ഈ വര ഇങ്ങോട്ട് നീട്ടുക. ഈ വര ഇങ്ങോട്ട് നീട്ടുക, ഈ വര ഇങ്ങോട്ട് നീട്ടുക. അപ്പൊ 2 സ്ഥലത്ത് മുട്ടിയല്ലോ. 2 സ്ഥലത്ത് മുട്ടി. ഇനി ആരെ ഉപയോഗിച്ച് ചെയ്താൽ മതി? നമ്മുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഒരു ആർക്ക് 90 ഡിഗ്രിയിൽ വരയ്ക്കുക. ഇനി അതേപോലെ എവിടുന്നും കൂടെ വരച്ചാൽ മതി. ഇവിടുന്നും അതേപോലെ 90 ഡിഗ്രിയിൽ ഇവിടുന്നും വരയ്ക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? ഇത് 2.5 ആണെങ്കിൽ ഇത് എത്രയാണ് വരിക? ഏരിയ 6.25 ആണെങ്കിൽ ഇതിന്റെ ഏരിയ എത്ര വരും? 12.50. ഏരിയ പരപ്പളവ് വരല് 12.50. ശ്രദ്ധിക്കണം, ആ സൈഡ് കിട്ടിയത് എങ്ങനെയാണ് കൃത്യം ഓർമ്മിക്കണം. ചില കുട്ടികൾക്ക് 6.25 തന്നെ 2.5 × 2.5 എഴുതാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട, അവർക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. ഓക്കെ, അപ്പൊ സൈഡ് കിട്ടും 2.5. ഓക്കെ, കൃത്യമായിട്ട് ഉത്തരം വരുന്നത് മാത്രമായിരിക്കും സൈഡായിട്ട് നമുക്ക് ചോദ്യത്തിൽ വരിക. ഇനി ഇതിലത്തെ ചോദ്യം നോക്കി 24.5 എന്ന് പറയുമ്പോ നമ്മൾ 24ന്റെ പകുതി എടുക്കണം. ഇതിന്റെ പകുതി 24. ആദ്യം പകുതിയാണ് എടുക്കേണ്ടത്. 24ന്റെ പകുതി എത്ര വരല്? 24ന്റെ പകുതി 12. അരയുടെ പകുതി എത്ര? 4. കറക്റ്റ് അല്ലേ? അരയുടെ പകുതി 4 അല്ലേ? 1/4 അല്ലേ? 1/4. ഓക്കെ, ഈ 12.1/4 നമ്മൾ എന്ത് ചെയ്യാ? ഇംപ്രോപ്പർ ആക്കിയിട്ട് എഴുതുക. A/B രൂപത്തിൽ എഴുതുക. ഇവിടെ നമ്പർ ഫ്രാക്ഷൻ എല്ലാം മിക്സ്ഡ് ആകുന്നത്. അപ്പൊ എന്ത് വേണം? 4 × 12 എന്താ വരിക? 4 × 12 + 1
ബൈ എത്ര വരും 4. 12 48 48 1 എത്ര 49/4. 49/4 എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് ഇൻറ്റു സൈഡ് ആക്കിയിട്ട് എഴുതണം, വശം ഇൻറ്റു വശമാക്കിയിട്ട് എഴുതണം. 49 എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം 7 × 7/2 × 2. അപ്പൊ സൈഡ് അതിലത്തെ ഒന്ന് സൈഡ് ആയിരിക്കും. സൈഡ് പറഞ്ഞാൽ വശം. അപ്പൊ ഒരു വശം എത്ര കിട്ടും? 7/2. കാരണം 7/2 × 7/2 ആണ് എത്ര വരിക? 49/4. അപ്പൊ സൈഡ് 7/2. 7/2 നമുക്ക് എങ്ങനെ എഴുതാം? 3.5 അല്ലെങ്കിൽ 3.5 3 1/2 എന്ന് എഴുതിയാലും മതി. അപ്പൊ അതിന്റെ ചിത്രം നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും നോക്കൂ. അതിന്റെ ചിത്രം വരയ്ക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാം? ആദ്യം 3.5 നമുക്ക് സൈഡ് വേണ്ടത്. 3.5 സൈഡ് വരച്ചിട്ടുള്ള ഒരു സമചതുരം നമ്മൾ ആദ്യം വരയ്ക്കുക. അറിയാമല്ലോ, 3-നും 4-നും ഇടയിൽ വരുന്ന ദൂരമാണ് 3.5. 7ാം ക്ലാസ്സുകാരായതുകൊണ്ട് അതെല്ലാം കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഡയഗണലിൽ ജോയിൻ ചെയ്യുക. വികരണങ്ങൾ സ്കെയിലിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോമ്പസിനെ കൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുക. കോമ്പസിനെ കൊണ്ട് ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. ആർക്ക് വരച്ചതിന് ശേഷം പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ ചെയ്യേണ്ടത് ഈ സൈഡ് ഇങ്ങോട്ട് നീട്ടുക, ഈ സൈഡ് ഇങ്ങോട്ട് നീട്ടുക. ഓക്കെ, ആദ്യം നീട്ടുക, അല്ലെങ്കിൽ വരച്ചതിന് ശേഷം നീട്ടുക. അപ്പൊ എന്ത് ചെയ്യാം? ഇത് ഇങ്ങോട്ട് നീട്ടി വരച്ചു. എളുപ്പമാണ് വരയ്ക്കാൻ. 4 ചോദ്യം ചെയ്തില്ലേ? ഇതും എന്ത് ചെയ്യാം? അതേമാതിരി നീട്ടി വരയ്ക്കുക. ഓക്കെ, നീട്ടി വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം? സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ എന്ത് ചെയ്യാം? ആ രണ്ട് വരകൾ നമുക്ക് സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു വര കിട്ടും. ഇങ്ങനെ ഒരു വര കിട്ടുമ്പോൾ നമുക്ക് ഈ ദൂരം കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്താൽ മതി ഒന്നിക്കലും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വര വരയ്ക്കുക. സെറ്റ് സ്ക്വയർ ഇവിടെയും വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും വരക്കുക. രണ്ട് വരയും കൂട്ടിമുട്ടുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ വലിയ എന്ത് കിട്ടും? സ്ക്വയർ നമുക്ക് കിട്ടും. അതിന്റെ ഏരിയ എത്രയായിരിക്കും? 24.5 ആയിരിക്കും. ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന 12.4 ആയിരിക്കും ഇതിന്റെ. അപ്പൊ ഇത് എത്ര വരുന്നു? 24 വന്നു. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ഒന്ന് ഓർമ്മിച്ചു വെച്ചാല് നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക്. അതുകൊണ്ട് കൃത്യമായിട്ട് കഴിക്കുക. ആദ്യം പകുതി ഏരിയ കാണുക, പകുതി പരപ്പ്. അതിനുശേഷം അതിൽ നിന്ന് സൈഡ് കണ്ടുപിടിക്കുക. ആ സൈഡ് വരച്ചിട്ട് ആദ്യം വരക്കുക, ഡയഗണൽ വരക്കുക, ഒരു ആർക്ക് വരക്കുക. ഇത് അങ്ങോട്ട് നീട്ടുക, ഇത് ഇങ്ങോട്ട് നീട്ടുക. അപ്പൊ രണ്ട് സൈഡ് കിട്ടി. പിന്നെ ഇവിടെ സെറ്റ് സ്ക്വയർ ഇങ്ങോട്ട്, ഇവിടെ സെറ്റ് സ്ക്വയർ. സിമ്പിൾ ആയിട്ടുള്ള കണക്ക്. ഭാഗം ചതുരവും സമചതുരവും റെക്ടാങ്കിൾ ആൻഡ് സ്ക്വയർ എന്നുള്ളതാണ്. നോക്കൂ, ഈ ഒരു ചതുരം നിങ്ങൾക്ക് കാണാം. ഈ ചതുരത്തിന്റെ ഈ സൈഡ് 4 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കുക, ഇത് 3 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തത് എന്താ? ഒരു സ്ക്വയറിന്റെ ഡയഗണല് വരുമ്പോഴുള്ള ഏരിയ ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് അല്ലെ? ഇതിന്റെ ഏരിയയുടെ ഡബിൾ വരും ഡയഗണല് സൈഡ് ആയിട്ട് വരുന്നതിന്റെ ഏരിയ. അപ്പോ ഇതിന്റെ ഡയഗണലിലേക്ക് വരുമ്പോഴുള്ള ഏരിയ എങ്ങനെ വരും എന്നാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു ചതുരത്തിന്റെ വികരണം സൈഡായിട്ട് വരുന്ന ഒരു സമചതുരത്തിന്റെ പരപ്പളവ് എത്രയുണ്ടാവും? അതായത് ഒരു സൈഡ് ഡയഗണൽ ഓഫ് ദി റെക്ടാങ്കിൾ ആവുന്ന രീതിയിലുള്ള ഒരു സ്ക്വയർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്താല് അതിന്റെ ഏരിയയുടെ റിലേഷൻ എന്തായിരിക്കും എന്നാണ് പഠിക്കുന്നത്. നോക്കൂ കുട്ടികളെ, അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്കിതാ ഇതേമാതിരിയുള്ള ഒരു റെക്ടാങ്കിൾ നമുക്ക് വരക്കാൻ പറ്റും. വരച്ചിട്ട് ഞാൻ ഡയഗണൽ വരക്കുകയാണ്. ഇനി ഈ ഡയഗണലിന്റെ വലിപ്പമുള്ള ഒരു സ്ക്വയർ ആണ് എനിക്ക് വരക്കേണ്ടത്. അതും നിങ്ങൾക്ക് വരക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വരക്കാൻ പറ്റും. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം എടുത്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ മുട്ടും, ഇവിടെ മുട്ടും, ഇവിടെ മുട്ടും, ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വരക്കാൻ പറ്റും. അങ്ങനെ വരച്ച് കിട്ടുന്ന സമയത്ത് അവർ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കൂ കുട്ടികളെ, ഇവിടെ ഇങ്ങനെ വരുമ്പോ നമ്മൾ ഇവിടെ ഇപ്പൊ ഒരു സ്ക്വയർ വരച്ചാല് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ വരക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കും. അങ്ങനെ ഇത് നോക്കിയാൽ ഈ ഡയഗണല് സൈഡായിട്ട് വശമായിട്ട് വരുന്ന ഒരു സമചതുരമാണ് ഇപ്പൊ നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. അതും ഈ തന്നിരിക്കുന്ന സൈഡുകളും തമ്മിൽ എന്താണ് റിലേഷൻ ഉള്ളതെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കുക. ഈ സൈഡ് 3, ഈ സൈഡ് 4,
ഈ സൈഡ് നമുക്ക് എങ്ങനെ കിട്ടുന്നു ചോദിച്ചാല് നോക്കൂ, ഇത് 5 ഇപ്പൊ പറയണ്ട, 3 4 നമ്മൾക്ക് കിട്ടിയാല് ഈ 3 സൈഡ് വരുന്ന രീതിയിലുള്ള ഒരു സ്ക്വയർ ഇവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം. 1 2 3 ദൂരത്തില് ഇങ്ങോട്ടും എടുത്തിട്ട് നമ്മൾ ഒരു സ്ക്വയർ ഇവിടെ വരയ്ക്കുക. ഈ 1 2 3 4 ദൂരത്തില് നമ്മൾക്ക് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോ ഈ സ്ക്വയറിന്റെ ഉള്ളില് ഈ വലിയൊരു സമചതുരത്തിനകത്ത് ചെറിയ എത്ര സമചതുരം ഉണ്ട് നോക്കിയാൽ 9 എണ്ണം അല്ലെ. 3 ഇങ്ങോട്ട് 3 ഇങ്ങോട്ട്, ഇവിടെ എത്ര എണ്ണം വരും? 9 എണ്ണം വരും. ഇതിന്റെ ഏരിയ 3 × 3, ഇത് 3 ഇത് 3. അപ്പൊ അതിന്റെ ഏരിയ പരപ്പളവ് നമുക്ക് കിട്ടും 9 എന്ന് കിട്ടും. ഈ സൈഡ് 4 ആണ്, ഈ സൈഡ് എത്ര? 4 ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് എത്ര കിട്ടും? ഇതിന്റെ ഏരിയ നമുക്ക് 4 × 4 16 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഈ സൈഡ് ഈ നീളത്തില് നമ്മൾ ഒരു സ്ക്വയർ വരച്ച് വെച്ചാല് ആ സ്ക്വയറിനകത്ത് ഇതേ നീളത്തിലുള്ള അളവുകൾ നമ്മൾ മാർക്ക് ഇവിടെയും ചെയ്തു കഴിഞ്ഞാല് അവിടെ വരുന്നത് ഇത്രയും സ്ക്വയറുകൾ അവിടെ കിട്ടും. ഇത്രയും സ്ക്വയറുകൾ എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കൂ, 1 2 3 4 5, 1 2 3 4 5. അപ്പൊ ടോട്ടൽ എത്ര വരും? 25 എണ്ണം ഇവിടെ വരും. 25 എണ്ണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാല് ഈ 16 എണ്ണവും ഇതിന്റെ മുകളിൽ വെക്കുക, ഈ 9 എണ്ണവും ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാല് അത് എന്തിന്റെ ഏരിയ ആയി? ഈ ഡയഗണലിൽ വരുന്ന ഈ അതായത് ഇത് ഡയഗണൽ ആയിരുന്നല്ലോ, ഇതിന്റെ ഡയഗണലല്ല. ഇങ്ങനെ ഞാൻ വരക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ വരക്കുകയാണെങ്കിൽ റെക്ടാങ്കിളിന്റെ ഡയഗണലല്ലേ ഇത് വരുന്നത്. ആ ഡയഗണലിൽ വരുന്ന സ്ക്വയർ എന്ന് പറയുന്നത് അതിന്റെ സൈഡിൽ വരുന്ന സ്ക്വയറുകളുടെ സമചതുരങ്ങളുടെ ഏരിയയുടെ സമ്മാണ് ഇവിടെ വരുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു റെക്ടാങ്കിളിന്റെ, ഒരു ചതുരത്തിന്റെ വികർണം വശമായിട്ട് ഡയഗണല് സൈഡായിട്ട് വരുന്ന ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ആ റെക്ടാങ്കിളിന്റെ സൈഡുകള് വശമായിട്ട് വരുന്ന ചെറിയ സമചതുരത്തിന്റെയും മറ്റേ ചെറിയ സൈഡ് വരുന്ന ആ സമചതുരത്തിന്റെയും പരപ്പളവുകളുടെ തുകയായിരിക്കും ഡയഗണലിൽ വരുന്ന സ്ക്വയറിന്റെ ഏരിയ. ഓക്കെ, ഏരിയ ഓഫ് സ്ക്വയർ ഇൻ ദ ഡയഗണൽ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സ്ക്വയർ ഇൻ ദ ഡയഗണൽ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ഏരിയാസ് ഓഫ് സ്ക്വയർ ഓഫ് അഡ്ജസന്റ് സൈഡ്. സം ഓഫ് ദി ഏരിയാസ് ഓഫ് സ്ക്വയർ ഓഫ് അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് പറഞ്ഞ അർത്ഥം അടുത്തടുത്ത വശങ്ങൾ. മലയാളത്തിൽ പറഞ്ഞാല് ഒരു ചതുരത്തിന്റെ വികർണം വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് ആ ചതുരത്തിന്റെ സമീപ വശങ്ങൾ, അതായത് ഈ വശവും വശമായി വരുന്ന സമചതുരങ്ങളുടെ പരപ്പളവുകളുടെ തുകയ്ക്ക് ഇതിന്റെ പരപ്പളവും ഇതിന്റെ ഏരിയയും കൂട്ടിയാല് ചതുരത്തിന്റെ വികർണം വശമായിട്ട് വരുന്ന സമചതുരം നമുക്ക് കിട്ടും. സമചതുരം കിട്ടുക, ചതുരല്ല, വികർണം വശമായിട്ട് വരുന്ന സമചതുരം നമ്മൾക്ക് കിട്ടും. ഓക്കെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇതിൻ്റെതും അപ്പൊ നിങ്ങൾ നോക്കിക്കോ. അപ്പൊ ഇതിന്റെ 4 ഇതിന്റെ 3 ആണ് എങ്കിൽ നമുക്ക് ഇതിൻ്റെതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നോക്ക്, ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ 4 3 വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിന്റെ? അത് എളുപ്പമാണ്. 3 സ്ക്വയറും 4 സ്ക്വയറും കൂട്ടിയാല് 9ഉം 16ഉം കൂട്ടി നമുക്ക് 25 കിട്ടും. ആ 25 കിട്ടുമ്പോ അതിന്റെ സൈഡ് എത്രയായിരിക്കും? 25 കിട്ടുന്ന ഏരിയ കിട്ടുന്ന സമചതുരത്തിന് 25 ഏരിയ കിട്ടുന്ന സമചതുരത്തിന്റെ വശം എത്ര വരും? 5 5 ആയിട്ട് വരുന്നില്ല. അപ്പോ എന്റെ മറ്റൊരു ചോദ്യം എന്താണെന്ന് വിചാരിച്ചാല് നിങ്ങളോട് പറയുകയാണ് 10 ഏരിയ വരുന്ന, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ 10 വരുന്ന ഒരു സ്ക്വയർ എങ്ങനെ നിങ്ങൾ നിർമ്മിക്കും? ഏരിയ 10 വരുന്ന ഒരു സ്ക്വയർ എങ്ങനെ വരക്കും? അതായത് പരപ്പളവ് 10 വരുന്ന 10
ചതുരശ്ര സെന്റിമീറ്റർ വരുന്ന ഒരു സമചതുരം എങ്ങനെ നിർമ്മിക്കും? ഒരു സമചതുരം എങ്ങനെ നിർമ്മിക്കും എന്ന് ചോദിക്കുമ്പോ അതിന്റെ ഉത്തരം എന്താന്ന് വെച്ചാല്, ഇവിടെ ഏരിയ 25 വരുന്ന ഒരു സമചതുരം നിർമ്മിക്കാൻ എന്ത് മതി? 25 സമം വരുന്ന രണ്ട് വർഗങ്ങളുടെ സമ കണ്ടുപിടിച്ചാൽ മതി, വർഗങ്ങളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അതേമാതിരി തന്നെ 10 കണ്ടുപിടിക്കാൻ പറഞ്ഞാല് 10 എന്ന് പറയുന്നത് ഏതിന്റെ എല്ലാം സ്ക്വയറുകളാണ്? 1ഉം 9ഉം കൂട്ടിയ 10 1ഉം 9ഉം കൂട്ടിയ 10. അപ്പൊ അതായത് 1ന്റെ സ്ക്വയറും 3ന്റെ സ്ക്വയറും കൂട്ടിയാല് 1 3 1ന്റെ സ്ക്വയർ 1 3ന്റെ സ്ക്വയർ 9 1 9 10. അപ്പൊ എന്ത് ചെയ്താൽ മതി പ്രിയപ്പെട്ട കുട്ടികളെ? നിങ്ങൾ ഒരു ചതുരം വരയ്ക്കുക. എങ്ങനെ ചതുരം വരയ്ക്കുക? 1 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ വരയ്ക്കുക. 1 എത്ര വരയ്ക്കുക? 1 വരയ്ക്കുക. 1 3 സെന്റിമീറ്റർ വരയ്ക്കുക, മറ്റേത് 1 വരയ്ക്കുക. എന്നിട്ട് അതിന്റെ ഡയഗണൽ വരയ്ക്കുക. ആ ഡയഗണൽ വരച്ചിട്ട് ഈ ഡയഗണൽ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടെ ഒരു സ്ക്വയർ വരച്ചാല് എന്തായി? അതിന്റെ ഏരിയ എത്ര വരും? 10 വരും. കാരണം എന്താ? ഇവിടെ നോക്ക്, ഇവിടെ 4 ആവുമ്പോ ഇവിടെ 16 ഏരിയ വന്നു, ഇവിടെ 3 ആവുമ്പോ ഇവിടെ 9 വന്നു. ഈ 16ഉം 9ഉം കൂട്ടിയതായിരുന്നു ഇത്. അതേമാതിരി തന്നെ ഇവിടെ 3 വരുമ്പോ ഇവിടെ 3 വരുന്ന ഒരു സ്ക്വയർ ഉണ്ടാവും. സ്ക്വയർ വരയ്ക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 3 ഇവിടെ 1 എന്ന് പറയുമ്പോ ഒറ്റൊന്നല്ലേ ഉള്ളൂ, ഒറ്റൊന്നുള്ള ഒരു സ്ക്വയർ ഇവിടെ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇത് ഒരേ വലിപ്പമായിരിക്കുവേ. ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആ 1 എന്ന് പറയുമ്പോ ആ 1 വലുതൊന്നാവൂല, ഇങ്ങനെ വരും. അപ്പൊ ഇത് 1 ആവുമ്പോ ആ ഒറ്റ സ്ക്വയർ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ ഒരു സ്ക്വയർ വെച്ചാല് ആ സ്ക്വയറിന്റെ ഇവിടെ ഒരു സ്ക്വയർ നമ്മൾ വെക്കുമ്പോ എത്ര എണ്ണം കൊള്ളു? അതിൻ്റെ ഉള്ളില് ഈ 9ഉം ഈ 1ഉം 10 എണ്ണത്തിന്റെ ഏരിയക്ക് തുല്യമായ, ഈ 10 എണ്ണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 9 1 10 വെക്കാൻ പറ്റുന്നതല്ല അർത്ഥം. 10 എണ്ണം വെക്കാൻ തുല്യമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഏത് നമ്പർ പറയുമ്പോ അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയുമ്പോ ആ നമ്പറിനെ രണ്ട് വർഗസംഖ്യകളുടെ തുകയായിട്ട് എഴുതാൻ പറ്റിയാൽ മതി. ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ വിശദമായി പറയാം. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ.